ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. മൈസൂരിലെ ശ്രീരംഗപട്ടണം സാമ്രാജ്യമാക്കി താനുണ്ടാക്കിയ തൻ്റെ ഭരണവ്യവസ്ഥിതികളെ ലോകം മുഴുവനും ഇപ്പോഴും അംഗീകരിക്കുന്നു എന്നതിൻ്റെ മാതൃകയാണ് ഇന്നും അവിടെ അവശേഷിക്കുന്ന മറ്റു ഭാഗങ്ങൾ. ശ്രീരംഗപട്ടണത്ത് പോകുന്നവർ മിക്കവാറും കാണാറുള്ളത് ടിപ്പു സുൽത്താൻ്റെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. എന്നാൽ ടിപ്പുവിൻ്റെ സാമ്രാജ്യമായി ഒരു കോട്ടയാൽ ചുറ്റപ്പെട്ട് അതിനുള്ളിൽ തൻ്റെ കൊട്ടാരവും തൻ്റെ കോട്ടകളുമുള്ള ആ ഇടത്തേക്ക് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ കയറി വന്നത്? ചുറ്റുപാടും നദികളാൽ ചുറ്റപ്പെട്ട് ആര് കയറി വന്നാലും ദൂരെ നിന്ന് തന്നെ പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്ന ടിപ്പു സുൽത്താൻ്റെ സാമ്രാജ്യത്തിന് എന്താണ് സംഭവിച്ചത്? ചരിത്രം രേഖപ്പെടുത്തിയിടത്തെല്ലാം മിർജാഫർമാരെ നമുക്ക് കാണാൻ സാധിക്കും. താനുണ്ടാക്കിയ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ തൻ്റെ കൂടെ നിന്ന് ഒറ്റിക്കൊടുത്ത മിർജാഫർ തുറന്നുകൊടുത്ത വാട്ടർ ഗേറ്റും, പ്രസ്തുത വിവരമറിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടിപ്പു സുൽത്താൻ കോട്ടയിൽ നിന്ന് ഇറങ്ങി വന്ന് വഫാത്തായി കിടക്കുന്ന സ്ഥലവുമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയാൽ നമുക്കൊരു ജയിൽ കാണാൻ സാധിക്കും. ടിപ്പുവിൻ്റെ കാലഘട്ടത്ത് നദിയിൽ വെള്ളം കയറിയാൽ ജയിൽ പൊങ്ങി വരാറുണ്ടായിരുന്നു എന്ന് അത്രയും വലിയ സാങ്കേതിക വിദ്യകളാൽ കെട്ടിപ്പടുത്ത ഒരു ജയിൽ. തൊട്ടപ്പുറത്തായി വർഗീയവാദി എന്ന് ഇന്ന് ചരിത്രമുദ്ര കുത്തുന്ന ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മനോഹരമായ ക്ഷേത്രം. കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ ടിപ്പുവിൻ്റെ ജുമാ മസ്ജിദ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയും ഒരു സാമ്രാജ്യവും പടുത്ത ശ്രീരംഗപട്ടണം, അവിടെ താനുണ്ടാക്കിയ ഒരു സാമ്രാജ്യവും കൃത്യമായി ഇന്നും ചരിത്രങ്ങളാൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. മ്യൂസിയത്തിലേക്കും ഖബർസ്ഥാനിലേക്കും പോകുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ടിപ്പു ഷഹീദായി കിടന്ന ഈ സ്ഥലവും മിർജാഫർ തുറന്നുകൊടുത്ത വാട്ടർ ഗേറ്റും അവിടെ ബാക്കിയായിരിക്കുന്ന ആ ജയിലറയും.